വർഷങ്ങൾക്ക് മുമ്പ് പോളിയോ ബാധിതനായി ഞങ്ങൾ കൊട്ടാരക്കരയിൽ താമസിക്കുമ്പോൾ പെട്ടെന്ന് മരിച്ചു പോകുവാനായിട്ടിടയായി. ഞങ്ങൾ 7 മക്കളായിരുന്നു. 3 പേർ കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ നിത്യത്തിലേക്ക് ചേർക്കുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് എൻ്റെ 2ാമത്തെ സഹോദരൻ കഴിപ്പാൻ ആഹാരമില്ലാതെ പുഴു പിടയ്ക്കുന്നത് പോലെ പിടച്ച് മരിച്ചു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കഷ്ടതയുടെ കഠിന ശോധനയായിരുന്നു ആ കാലഘട്ടം. ആമേൻ. ശേഷം ജീവിച്ചിരുന്ന 4 മക്കളിൽ ഇളയാളാണ് ഞാൻ. പോളിയോ ബാധിതനായിട്ട് ശ്വാസം എടുക്കുവാൻ കഴിയാതെ മരിച്ചു പോകുവാനായിട്ടിടയായി. ആമേൻ. എൻ്റെ അമ്മ പിതാവിനെ അറിയിച്ചു. അദ്ദേഹം ഏതോ സുവിശേഷ യോഗത്തിന് വേണ്ടി ഇവിടെ പോയിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ അറിയിച്ചു, മകൻ മരിച്ചുപോയി. പിതാവ് പറഞ്ഞു, അയച്ചു. കുഞ്ഞിനെ ഒരു സാരിയിൽ പൊതിഞ്ഞ് ജീവനുള്ള കുഞ്ഞിനെ കൊണ്ടുപോകുന്നത് പോലെ ഇടത്തുവായിൽ നിന്നും കളിക്കിളക്കി പോകുന്ന ഒരു ബസ് രാത്രി 11 മണിക്ക് കൊട്ടാരക്കര എത്തും. കണ്ടക്ടറിന് യാതൊരു സംശയം കൂടാതെ വേണം ജീവനുള്ള കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോകുന്നത് പോലെ ബസ്സിൽ കയറ്റി പാറശാലയിൽ കൊണ്ടുപോകുക. നാളെ അടക്കാം, നാളെ ഇവിടെ എത്തിക്കൊള്ളാം. ഒരു 11 മണിയായപ്പോൾ മരിയാപുരത്ത് നിന്ന് ഒരു ദൈവദാസനും അവരുടെ ടീം, അവരുടെ സഹോദരങ്ങളും എല്ലാം കൂടെ വന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുമ്പോൾ അവർ ചോദിച്ചു, ആശാരിപദേശി, എന്താ ഈ കുഞ്ഞിനെ കുറിച്ചല്ലയോ ജനിക്കാൻ നേരത്തെ രുക്മിണി അമ്മച്ചി ഒരു പ്രവചനം പറഞ്ഞത്? അമ്മച്ചിയുടെ പ്രവചനം തെറ്റിയ ചരിത്രമില്ല പാസ്റ്റർ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ഒരു മുറി തരാമോ? അത്രേ അവർ ചോദിച്ചുള്ളൂ. ബന്ധുക്കളിരിക്കുന്ന ഒരു മുറി ഒഴിച്ചു കൊടുത്തു. ആ മുറിയിലേക്ക് ദേവദാസനും അവരുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവമക്കളും കൂടെ അങ്ങോട്ട് കയറി അവർ ആത്മാവിൽ പ്രാർത്ഥനയ്ക്കുവാനായിട്ട് തുടങ്ങി. അന്യഭാഷകൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ഓ ഹല്ലേലൂയ. പൂർവ്വകാലത്തിൽ ഭക്തന്മാർ വെളിപ്പെടുത്തിയ ദൈവസ്നേഹത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയ ദൈവപുരുഷന്മാർ ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പം നേരെ കഴിഞ്ഞു. അവിടെ ഒരു കമ്പൗണ്ടർ ഉണ്ട് പെൺപിള്ളയിൽ. അദ്ദേഹം ഒരു CSA-കാരനാണ്. അദ്ദേഹം ഈ ഡെഡ് ബോഡി ശവസംസ്കാര ശുശ്രൂഷയിൽ ലഞ്ച് ബ്രേക്കിന് വന്ന് കാണുകയാണ്. അവരുടെ കൂടെയുള്ള സഹോദരങ്ങളെ വന്ന് കാണുമ്പോൾ കണ്ടിട്ട് വിറ്റത്തേക്ക് ഇറങ്ങി അവരെന്തൊക്കെ കൂടി ആലോചിച്ചിട്ട് ഒന്നും കൂടെ അകത്തേക്ക് കയറി എൻ്റെ പിതാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ ഈ ശവം ഒന്ന് പരിശോധിക്കാൻ കൊണ്ടുപോയിക്കോട്ടെ. ഹല്ലേലൂയ. പിതാവ് ചോദിച്ചു, എന്താ സാറേ കാര്യം? അല്ല, ഈ കുഞ്ഞ് എപ്പോഴാണ് മരിച്ചത്? അത് ഇന്നലെ വൈകിട്ടാണ് മരിച്ചത്. ഈ കുഞ്ഞിൻ്റെ കൺപോളകളിൽ ഞങ്ങൾ ജീവന്റെ തുടുപ്പ് കാണുന്നു എന്ന് പറയുവാനായിട്ടിടയായി. അവർ വന്ന് നോക്കുമ്പോൾ ആ സമയത്ത് പെട്ടെന്ന് കൺപോള ഒന്ന് വെട്ടിയതായിട്ട് അവർക്ക് മനസ്സിലായി. രണ്ടാമത് വന്ന് നോക്കുമ്പോൾ അവർ അത് അങ്ങനെ തന്നെ കണ്ടു. എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള സഹോദരങ്ങൾ ശവത്തിന് ചുറ്റും നിന്നിട്ട് അവർ അത് കണ്ടില്ല. ഹല്ലേലൂയ. മനസ്സോടെയെങ്കിലും ഡെഡ് ബോഡി കൊണ്ടുപോയി. 3 മണിയായപ്പോൾ ശവം ജീവനോടെ മടങ്ങി വരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. 100 കണക്കിന് ജാതികരായ ആൾക്കാരെ സാക്ഷി നിർത്തി എൻ്റെ പിതാവ് പ്രസംഗിച്ച പ്രസംഗത്തിൽ അനേകർ ദൈവത്തെ അറിയുവാൻ ഇടയായെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നെ കുഴിച്ചിടുവാനായിട്ട് വെട്ടിയ ആ കുഴിക്കകത്ത് ശവപ്പെട്ടി അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ അകത്ത് ഇട്ട് മൂടി മരിച്ചവനെ ഉയർപ്പിച്ചുകൊണ്ട് വന്ന വാഗ്ദത്തം പൂർത്തീകരിക്കുന്ന നീതിമാനായ ദൈവം 18 രാജ്യങ്ങളിലായി 100-ലധികം വിമാനങ്ങൾ യാത്ര ചെയ്ത് ആയിരക്കണക്കിന് ആത്മാക്കളോട് ആത്മാവിൽ പ്രവചിപ്പാനായിട്ട് അവൻ പൂർവ്വകാലത്തിൽ വെളിപ്പെടുത്തിയ വാഗ്ദത്തം പൂർത്തീകരിച്ചെങ്കിൽ നിന്നെക്കുറിച്ചോ നിന്റെ തലമുറയെക്കുറിച്ചോ അവൻ എഴുതി വച്ചിരിക്കുന്ന സ്വർഗീയ നിർണയങ്ങൾ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റം വരാത്തതാണെങ്കിലോ ഏകന്റെ നാമത്താൽ സ്ഥിരപ്പെട്ടിരിക്കുന്ന ദൈവിക ആലോചനകൾ കൊത്തവേണം നിങ്ങളുടെ നടപ്പുകളെ ആത്മാവിൽ ക്രമപ്പെടുത്തുവാൻ ആത്മാവിക ജനത്തോട് ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. നിർമ്മലവും സഹവർത്തിത്വവും ഈ തലമുറയ്ക്ക് സാക്ഷ്യമായി വെളിപ്പെടുത്തുവാൻ സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കി വച്ചിരിക്കുന്ന നീതിമാനായ ഒരു ദൈവം